പറവൂർ പീഡനക്കേസിൽ 200ഓളം പേർ പ്രതികൾ എന്ന് സൂചന. 1.5 വർഷത്തോളം കേരളത്തിനകത്തും പുറത്തുമായി പീഡനത്തിനിരയായെന്ന് പെൺകുട്ടി മനോരമ ന്യൂസിനോട് പറഞ്ഞു. പിതാവിന്റെ ഭീഷണി മൂലമാണ് രക്ഷപ്പെടാൻ ശ്രമിക്കാതിരുന്നത്. ആദ്യമായാണ് പെൺകുട്ടി ഒരു മാധ്യമത്തോട് തന്റെ ദുരനുഭവങ്ങൾ വിവരിക്കുന്നത്. പേടിച്ചിട്ട് കൂടുതലും പറയാൻ ഞാൻ പറഞ്ഞ പിന്നെ അനിയനെ ഫാനിൽ കെട്ടിടുന്നു. അങ്ങനെ പ്രശ്നമുണ്ടായിരുന്നു. വേട്ടനായ്ക്കൾക്കിടയിൽപ്പെട്ട മുയൽക്കുഞ്ഞിനെ പോലെ തോന്നിക്കുന്നുവെന്ന് കോടതി പരാമർശിച്ച പെൺകുട്ടിയാണിത്. ഇവൾ പറവൂരിലെ പെൺകുട്ടി. സൂര്യനെല്ലി വിദുര. മലയാളികൾക്ക് പീഡനക്കേസുകൾ പരിചിതം. അതിനേക്കാളെല്ലാമേറെ ഭീകരമായ പീഡനം എന്ന് ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്ന ക്രൂരമായ ഈ പീഡനക്കേസിൽ ഈ കുട്ടി ആദ്യമിരയായത് സ്വന്തം പിതാവിന് തന്നെ. ആവശ്യമാണ് ആദ്യമായിട്ട് അങ്ങനെ ചെയ്തത്. അത് ഉമ്മച്ചൊന്നും വീട്ടിലില്ലാത്തപ്പോ അതിനുശേഷം മറ്റുള്ളവരുടെ അടുത്ത് കൊണ്ടുവരുന്നത്. ഇനിയൊരു മകൾക്കും ഈ ഗതി വരാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് ആർക്കും വാത്സല്യം തോന്നുന്ന നിഷ്കളങ്കമായ മുഖമുള്ള ഇവൾക്ക്. +1 വിദ്യാർത്ഥിനിയായ കുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ പിതാവ് ലൈംഗികമായി ദുരുപയോഗം ചെയ്തു. പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. പിന്നീട് സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞു കൊണ്ടുപോയി പലർക്കും കാഴ്ചവെച്ചു. ഞാൻ എന്റെ പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും ആവശ്യമിങ്ങനെ കൊല്ലുമെന്ന് പറയും. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് പിന്നെ സമ്മതിച്ചിട്ടില്ല. ഉമ്മച്ചിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഈ ഇടയ്ക്ക് ഉമ്മച്ചിനോട് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോ ഉമ്മ ആദ്യം ഒരുപാട് പറഞ്ഞു പറ്റുന്ന ഉമ്മച്ചിയും പിന്നെ വാപ്പ ഉമ്മാനെയും ഭീഷണിപ്പെടുത്തി കാരണം ഉമ്മച്ചിയും ഉണ്ടായിരുന്നു. വീട്ടിലെ സാമ്പത്തിക സ്ഥിതി ഇങ്ങനെ. വീട് പണയത്തില, പിന്നെ എവിടെ കടമുണ്ടോ വാപ്പാക്ക്. അങ്ങനെ എല്ലാം മറന്ന് പഠിച്ച് മിടുക്കിയാവേണ്ടേ എന്ന ഞങ്ങളുടെ ചോദ്യത്തിൽ പ്രതീക്ഷയോടെ തലയാട്ടി. ആവാമെന്ന് വാക്കും തന്നു. ശാരീരികമായും മാനസികമായും ഏറെ തളർന്ന കുട്ടിയെ സ്നേഹവും കരുതലും നൽകി സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് കുട്ടിയെ പാർപ്പിച്ചിരിക്കുന്ന റെസ്ക്യൂ ഹോം അധികാരികളും അന്വേഷണ ഉദ്യോഗസ്ഥരും. ഈ ചെറുജീവിതം വാടിക്കൊഴിഞ്ഞുകൂടാ. ഇവളെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരേണ്ടത് നമ്മുടെയും കടമ. ക്യാമറ പേഴ്സൺ ലൈലയ്ക്കൊപ്പം നിഷ ജെബി, മനോരമ ന്യൂസ്.